ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 20 വർഷം തികയുന്നു. ഇപ്പോഴും ആ നടുക്കുന്ന ഓർമ്മകൾ ഇവരെ വിട്ടുപോയിട്ടില്ല. 2005 ജൂലൈ 14 അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വനത്തിനുള്ളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും വെള്ളവും 2 ജീവനുകളാണ് കവർന്നെടുത്തത്. 5 വീടുകൾക്കും നാശമുണ്ടായി. വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്ക് 17 കിലോമീറ്റർ അകലെ ഉൾവനത്തിലുള്ള ആനപ്പാന്തം ഉന്നതിയിൽ അന്ന് കാടാർ വിഭാഗക്കാരായ 56 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കാട്ടിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ഇരുട്ടി വെളുക്കും മുൻപേ മാറ്റിമറിച്ചത് 2005 ഉരുൾപൊട്ടലാണ്. ഉന്നതിയിലെ കുടിലിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 36 വയസ്സുള്ള ശാരദയ്ക്കും ഇവരുടെ 1.5 വയസ്സുള്ള കുഞ്ഞിനും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം ഏറെ വൈകി. ചേറങ്കയം വനത്തിലെ താൽക്കാലിക കുടിലുകളിൽ 5 വർഷത്തോളം ഇവർ കഴിഞ്ഞു. 2010 വെള്ളിക്കുളങ്ങരയ്ക്ക് 7 കിലോമീറ്റർ അകലെയുള്ള ശാസ്താംപൂവത്ത് വീടും 1/2 ഏക്കർ വീതം കൃഷിഭൂമി നൽകി ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. കുടിവെള്ളം, വൈദ്യുതി, അംഗനവാടി, കമ്മ്യൂണിറ്റി ഹാൾ, വനവിഭവ ശേഖരണ കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇവിടെ ഏർപ്പെടുത്തി. കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യമുള്ള അപൂർവം ആദിവാസി കേന്ദ്രങ്ങളിൽ ഒന്നായി ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ഉന്നതി ക്രമേണ മാറി. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യവുമാണ് ഇപ്പോൾ ഉന്നതിയിലെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. TCV ന്യൂസ്, കൊടകര.